ഹായ് ഫ്രണ്ട്സ്, വിശേഷം എന്നുള്ള ഒരു നല്ല വിശേഷമുള്ളൊരു സിനിമയെ പറ്റിയാണ് പറയാൻ വന്നത്. ഇപ്പം വിശേഷം കണ്ടിട്ട് ഇപ്പോൾ 2-3 ദിവസമാകുന്നു. വിശേഷത്തിൻ്റെ അന്ന് തന്നെ എടുക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് വീഡിയോ എടുക്കാതിരുന്നിട്ട് ഇന്നിപ്പം അന്ന് വീഡിയോ എടുക്കുവാണ്. നല്ലൊരു സിനിമയാണ് വിശേഷം. അതിൽ പറയുന്ന കാര്യങ്ങളായാലും എല്ലാം നല്ലതാണ്. ഇതിൻ്റെ ഓൾറെഡി എല്ലാവരും ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കണം, റിവ്യൂവും സിനിമയും കണ്ടിട്ടുണ്ടായിരിക്കണം. അതാണ് എൻ്റെ വീഡിയോയുടെ മെയിൻ പ്രശ്നം. സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ OTT ഇറങ്ങിയാലും 1 മാസം കഴിഞ്ഞായിരിക്കും ഞാൻ ചിലപ്പം വീഡിയോ ഇടുന്നത്. മടിയാണ് മെയിൻ പ്രശ്നം. വിശേഷത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ നല്ലൊരു സ്റ്റോറിയാണ്. നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എങ്കിൽ പോലും അത് നല്ലൊരു സിനിമയാണ്. ഫീൽ ഗുഡ് സിനിമയാണ് ആ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് എനിക്ക് ആ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് തമ്മിലുള്ളൊരു ഇതാണ്, ഒരു റെസ്പെക്റ്റ്, അവർ തമ്മിലുള്ളൊരു പരസ്പര ബഹുമാനം. അത് എന്തുവായാലും അതിൽ കാണിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എടുത്തു പറയേണ്ടത് ഇതിലെ സോങ് എല്ലാം ഓക്കെയാണ്. ഒരു വെറൈറ്റിയാണ് അവർ പിടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. അത് ചുമ്മാ സംസാരിക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. എന്നാലും എനിക്ക് ഈ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ഒന്നും ബോറടിച്ചില്ല. ഫസ്റ്റ് ഹാഫ് ആയാലും അതിൻ്റെ സെക്കൻഡ് ഹാഫ് ആയാലും ഓക്കെയാണ്. സെക്കൻഡ് ഹാഫ് നമുക്കത് നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റ് ആവും. ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു ചോദ്യം കേൾക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിലാവും നമുക്കില്ലാത്ത പ്രശ്നമാണ് ഈ നാട്ടുകാരുടെ കടി. നമ്മളെക്കാട്ടിലും കൂടുതലാണ് നാട്ടുകാരുടെ കടി എന്ന് പറയുന്നത്. അതിനൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവരൊക്കെ ആണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളും എല്ലാം കുത്തി നിറയ്ക്കാനെ കൊണ്ട് ഈ നാട്ടുകാരെ കൊണ്ട് പറ്റും. അതെല്ലാം ഇതിൽ നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഓക്കെയാണ്. ഇതിൽ ഒരുപാട് പ്രഡിക്റ്റബിളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സിനിമ കണ്ടു നോക്കിക്കോ, ഓക്കെ സിനിമയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.